വെൽക്കം ഓൾ ഓഫ് യു ടു ട്രൂ റിയൽ എസ്റ്റേറ്റ് അഡ്വൈസറി. എല്ലാവർക്കും നല്ല സുഖമാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഏകദേശം 4 പ്രോപ്പർട്ടീസാണ്. 2 ഫ്ലാറ്റ് ഫോർ സെയിലും ഒരു നല്ല തകർപ്പൻ ഒരു കൊമേഴ്ഷ്യൽ ലാൻഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് റെസിഡൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാൻഡും കൂടിയാണ്. ഫസ്റ്റ് വൺ വുഡ് ബി, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, പൂർവ എറ്റേണിറ്റി. വലിയ ഒരു കമ്മ്യൂണിറ്റിയാണ്. കാക്കനാട് തന്നെ നല്ല ഒരു പ്രൈം ലൊക്കേഷനിൽ. കാക്കനാട് കളക്ട്രേറ്റിൻ്റെ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ കഷ്ടി വരുന്നുള്ളൂ. മെയിൻ റോഡ് ഫ്രണ്ടേജ്, ബസ് റൂട്ട് ഫ്രണ്ടേജ്, വീഗാലാൻഡ് റോഡ് ഫ്രണ്ടേജായി സ്ഥിതി ചെയ്യുന്ന പൂർവ എറ്റേണിറ്റിയിൽ ഒരു 3 BHK ഓൺ എ വെരി ഓസം റേറ്റ്. അത് ഒന്ന്. സെക്കൻഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വരുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ പ്രസ്റ്റീജിൻ്റെ പുതിയ ഒരു പ്രോജക്റ്റ്, ഭയങ്കര വലിയൊരു അടിപൊളി പ്രോജക്റ്റ് കാക്കനാട് ഏരിയയിൽ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾക്ക് പ്രസ്റ്റീജ് ഹിൽ വ്യൂവിൽ ഏകദേശം 4 ബെഡ് പ്ലസ് സെർവൻറ്റ്സ് ബെഡ്റൂം കൂടി അറ്റാച്ച്ഡ് ആയിട്ട് ബ്രാൻഡ് ന്യൂ ടോട്ടലി ഫേർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു ഫ്ലാറ്റും കൂടി വിൽപ്പനയ്ക്കുണ്ട്. അത് സെക്കൻഡ് പോർഷനായിട്ട്. തേർഡ് പോർഷനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്കൈലൈനിൻ്റെ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്രൊജക്റ്റ് ആയിട്ടുള്ള, അതും ജവഹർ നഗർ ഏരിയ ആണെന്ന് നിങ്ങൾ ആലോചിച്ചോളണം. എല്ലാവിധ ടോപ്പ് മോസ്റ്റ് അമ്യൂണിറ്റീസോട് കൂടി, ലൈക്ക് ജിം, മൾട്ടി ജിം, അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂൾ, ചിൽഡ്രൻസ് പ്ലേ സ്പേസ്, അങ്ങനെയുള്ള എല്ലാം ടോട്ടലി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു 3 BHK അറ്റാച്ച്ഡും തേർഡ് പോർഷനായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോർത്ത് പോർഷനായിട്ട് നിങ്ങൾക്ക് ഒരു എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, തേവര ജംഗ്ഷൻ, MG റോഡ് എക്സ്റ്റൻഷനായിട്ട് വരുന്ന തേവര ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്ത് തേവര കോളേജിലേക്ക് പോകുന്ന മെയിൻ റോഡിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ട്, അതും ചാക്കോള കോളനീസിൽ DDRCനോട് തൊട്ട് പുറകിൽ കിടക്കുന്ന ഒരു 11.5 സെൻറ്റ് സ്ഥലം. ആൻഡ് ഓൺ എ വെരി ഗുഡ് റേറ്റ്. ഇറ്റ് കുഡ് ബി യൂട്ടിലൈസ്ഡ് ആസ് എ കൊമേഴ്ഷ്യൽ പ്ലോട്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു 11.5 സെൻറ്റ്സ്. അപ്പം ഈ 4 പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് ആയിരിക്കും ഈ ഒരു ഫ്ലോയിൽ വരിക. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ടുള്ള പൂർവ എറ്റേണിറ്റി. പൂർവ എറ്റേണിറ്റി സ്ഥിതി ചെയ്യുന്നത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ വീഗാലാൻഡ് റോഡ് മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് പൂർവ എറ്റേണിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ്സ് എ വെരി ബിഗ് കമ്മ്യൂണിറ്റി. എല്ലാ ഫെസിലിറ്റീസും ഉള്ള വെരി ബിഗ് കമ്മ്യൂണിറ്റി. ഇഫ് യുവർ ചിൽഡ്രൻ വാണ്ട്സ് ടു ഹാവ് എ വെരി സ്പേഷ്യസ് ഏരിയ, അതുപോലെ വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. ഏകദേശം 3-4 ടവേഴ്സും ഉണ്ട്. അതിൽ ഒരു ടവറിൽ 4th ഫ്ലോറിലായിട്ട് ഏകദേശം 1640 സ്ക്വയർ ഫീറ്റ്, 1640 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു 3 BHK ഈസ് ഫോർ സെയിൽ ആൻഡ് ദാറ്റ് ടു ഈസ് ടോട്ടലി ഫർണിഷ്ഡ്. നിങ്ങൾക്ക് ഈ സൈഡിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ പിക്ചേഴ്സ് കാണിച്ചു തരാം. യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ. അപ്പം ടോട്ടലി ഫേർണിഷ്ഡ് സ്റ്റാറ്റസിൽ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് സെയിലിന് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള 2 ബെഡ്റൂംസ് അറ്റാച്ച്ഡും ഒരു ബെഡ്റൂം കോമൺ ടോയ്ലറ്റുമായിട്ടാണ് വരുന്നത്. ആൻഡ് ഫേർണിഷിങ്സ് ആർ ഓസം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം, പിന്നെ ഫേർണിഷിങ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എന്താ വെച്ചാൽ ഫ്രിഡ്ജ് തൊട്ട് സകല സാധനങ്ങളും, ഒരു കുടുംബത്തിലേക്ക് ആവശ്യമുള്ള സകല സാധനങ്ങളും ഏകദേശം നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള രീതിയിൽ, കിച്ചണൊക്കെ ഒന്നും പറയാനില്ല, ആ രീതിയിലാണ് ആ പ്രോപ്പർട്ടി നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത്. യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദ പിക്ചേഴ്സ്. അതിന് ആസ്കിംഗ് റേറ്റ് ഈസ് വെരി ലോ. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ റേറ്റ് ഞാൻ നൽകുന്നതാണ്. സോ യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദ ഡിസ്ക്രിപ്ഷൻ. പിന്നെ സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കാക്കനാട് തന്നെ ഏറ്റവും വലിയ പ്രോപ്പർട്ടിയാണ് പ്രസ്റ്റീജിൻ്റെ ഹിൽ സൈഡ് ഗേറ്റ് വേ. ആ ഹിൽ സൈഡ് ഗേറ്റ് വേ പ്രോപ്പർട്ടിയിൽ നമ്മൾക്ക് നല്ല സൂപ്പർ സ്പേഷ്യസ് ആയിട്ടുള്ള 4 ബെഡ്റൂംസ് അറ്റാച്ച്ഡ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഏകദേശം 2548 സ്ക്വയർ ഫീറ്റ്, 2548 സ്ക്വയർ ഫീറ്റിൻ്റെ നമ്മൾക്ക് പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ഒരു സെർവൻറ്റ്സ് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റും കൂടിയും ലഭ്യമാകുന്നു. 4 ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു. ഞാൻ സൈഡിൽ തന്നെ വീഡിയോ നൽകിയിട്ടുണ്ട്. യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദ ഡീറ്റെയിൽസ്. ആൻഡ് ടോട്ടലി ഫേർണിഷ്ഡ്, ഏകദേശം ബ്രാൻഡ് ന്യൂ സ്റ്റാറ്റസിലാണ് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ലഭ്യമാകുന്നത്. അപ്പോൾ ഓൺ എ വെരി ഹയർ ഫ്ലോ ഓൾസോ 2 പാർക്കിങ്ങുകൾ ലഭ്യമാകുന്നു. ആൻഡ് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും അത്യാവശ്യം നല്ല ഒരു റേഞ്ചിനാണ് നിങ്ങൾക്ക് സെയിലിന് വന്നിരിക്കുന്നത്.
അപ്പോൾ പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ എല്ലാ ഫെസിലിറ്റീസും പ്രസ്റ്റീജിൻ്റെ ദ നെയിം ആക്ച്വലി സ്പെസിഫൈസ് ദ പ്രസ്റ്റീജ്. സോ പീപ്പിൾ ആർ ആക്ച്വലി ബൈയിങ് ഇൻ ദറ്റ് പ്രോപ്പർട്ടി വേറൊന്നും കൊണ്ടല്ല, ഇറ്റ്സ് ഓൾസോ എ പ്രസ്റ്റീജ് ഫോർ ദം. അപ്പോൾ ഇതിനകത്ത് തന്നെ ഫോറം മോള് അങ്ങനെയുള്ളതെല്ലാം തന്നെ വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലോകോത്തര നിലവാരത്തിലുള്ള എല്ലാ ഫെസിലിറ്റീസും എമ്യൂണിറ്റീസും നിങ്ങൾക്ക് ലഭ്യമാകുന്നു. ആൻഡ് ദാറ്റ് ടു കളക്ടറേറ്റിൽ അവിടെ നിന്ന് നിങ്ങൾ ഇൻഫോ പാർക്ക് റോഡിലേക്ക് പോകുമ്പോൾ മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വലിയ ഒരു പ്രൊജക്റ്റാണ് ഈ പറഞ്ഞ പോലെ പ്രസ്റ്റീജിൻ്റെ ഹിൽ സൈഡ് ഗേറ്റ് വേ വരുന്നത്. അപ്പം അതിൽ ഞാൻ പറഞ്ഞ പോലെ നല്ല ഒരു റേഞ്ചിനാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇറ്റ്സ് 4 bedroom attached plus a servant's bedroom attached and that too furnished on an awesome gorgeous സ്റ്റൈലിലാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, അതിൻ്റെയും ഡയറക്റ്റ് വീഡിയോ എൻ്റെ കയ്യിൽ ഇല്ല, ബിക്കോസ് വൺസ് ഐ ഹവ് അപ്ലോഡഡ് അത് ഡിലീറ്റ് ചെയ്ത് പോയി. എങ്കിലും അതിൽ വേറെ ഒരു സെയിൽ വന്നിട്ടുണ്ട്, സ്കൈലൈൻ പൊളാരിസ്, ദാറ്റ് ടു സിറ്റുവേറ്റഡ് അറ്റ് ജവഹർ നഗർ. സ്കൈലൈൻ്റെ ഏറ്റവും പുതിയ റെഡി ടു ഓക്യുപ്പൈ പ്രൊജക്റ്റാണ് സ്കൈലൈൻ പൊളാരിസ്. അതിൽ ഓൺ എ വെരി ഹയർ ഫ്ലോർ, ഏകദേശം നോർത്ത് ഫേസിംഗ് ആയിട്ട് ടോട്ടലി എയർ കണ്ടീഷൻഡ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള 3 bedrooms ഒരു പ്രോപ്പർട്ടി അവൈലബിലിറ്റി ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അത് ഇപ്പം പൊളാരിസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ജവഹർ നഗർ ഏരിയയിലാണ്. സോ സിറ്റി ആക്സസ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു ഹോട്ടൽസോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സോ ഒരു രീതിയിലും നിങ്ങൾക്ക് ആക്സസിബിലിറ്റി പ്രശ്നമില്ലാത്തൊരു ഏരിയ, മനസ്സിലാണല്ലോ. നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സിറ്റിയുടേതായിട്ടുള്ള എല്ലാ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് ലഭ്യമാകുന്നു. അതും സ്കൈലൈൻ്റെ ഏറ്റവും പുതിയ പ്രൊജക്റ്റ്, അതും ഓൺ എ വെരി ഗുഡ് റേറ്റ് യു ആർ ഗെറ്റിംഗ് ഇറ്റ്. അതിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ലിങ്ക് കൊടുക്കുന്നതാണ്, യു ക്യാൻ ജസ്റ്റ് ചെക്ക് ഇറ്റ് ത്രൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഒരു സ്ക്രീൻഷോട്ട് വീഡിയോയും കൂടി ഞാൻ ഇതിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, സോ യു ക്യാൻ ഗെറ്റ് ആൻ ഐഡിയ ഓൺ ഇറ്റ്. അപ്പോൾ അതും നമ്മൾക്ക് നല്ല ഒരു റേഞ്ചിന്, ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയണേ, അവിശ്വസനീയമായിട്ടുള്ള ഒരു ഓഫറിനാണ് നിങ്ങൾക്ക് ആ ബ്രാൻഡ് ന്യൂ അപ്പാർട്ട്മെൻറ്റ് ലഭ്യമാകുന്നത്. ദാറ്റ് ടു ഈസ് ടോട്ടലി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള പ്രൊജക്റ്റ് സിറ്റി സെൻട്രൽ തന്നെ. പിന്നെ അടുത്തത് ഞാനൊരു ലാൻഡ് ഏരിയയെ പറ്റി പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത്. അത് വരുന്നത് നമ്മൾക്കെല്ലാം സുപരിചിതമായിട്ടുള്ള MG റോഡ്, ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള ഏരിയയാണ് MG റോഡ്. MG റോഡിൽ തേവര ജംഗ്ഷനിൽ നിന്ന് തേവരയ്ക്ക് പോകുന്ന റൂട്ടിൽ ഇച്ചിരി അങ്ങ് പോയാൽ മതി, ശരിക്കും പറഞ്ഞാൽ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ആ തേവരയ്ക്ക് പോകുന്ന ബസ് റൂട്ട് ഫ്രണ്ടേജിൽ നിന്ന് അല്ല, തൊട്ട് സെക്കൻഡ് പ്ലോട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ പോകുമ്പോൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. തേവര ജംഗ്ഷനിൽ നിന്ന് തേവര കോളേജിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ ആ ബ്രിഡ്ജൊക്കെ എത്തുന്നതിന് മുമ്പ് റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്കൊരു DDRC SRL കാണുവാൻ സാധിക്കും. ആ പ്രോപ്പർട്ടി ലൊക്കേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാക്കോള കോളനി എന്ന് പറയും. ചാക്കോള കോളനിയിൽ സെക്കൻഡ് പ്രോപ്പർട്ടി ആയിട്ട്, എന്ന് വെച്ചാൽ മെയിൻ റോഡിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ടായിട്ട് 11.5 സെൻറ്റ് സ്ഥലം, നല്ല സൂപ്പർ സ്പേഷ്യസ്, അതിലൊരു പഴയ വീടുമുണ്ട്. ആ വീടിന് ദേ ആർ നോട്ട് ആക്ച്വലി ലുക്കിംഗ് ഫോർ ദ റേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ലാൻഡ് റേറ്റിന് നല്ല ഒരു റേഞ്ചിനാണ്. ഇറ്റ് കുഡ് ബി യൂട്ടിലൈസ്ഡ് ആസ് എ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ആൻഡ് ദാറ്റ് ടു ഓൺ എ വെരി ജെന്യുവിൻ റേറ്റ് യു ആർ ഗോണ ഗെറ്റ് ഇറ്റ്. അപ്പോൾ അതിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട്, യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സിറ്റിയുടെ ഉള്ളിലോ അല്ലെങ്കിൽ പുറത്ത് ചുറ്റുപാടായി കൊച്ചിൻ സിറ്റിയുടെ ഏരിയകളിൽ നിങ്ങൾക്ക് നല്ല ഹാർഡ് കോർ, നല്ല റേഞ്ചിന്, ഈ പറഞ്ഞ പോലെ നല്ല ലാഭത്തിന് പ്രോപ്പർട്ടീസ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ അത്യാവശ്യം പതുക്കെ കയറി വരുന്നുണ്ട്. ഈച്ച് ആൻഡ് എവറി ബിൽഡേഴ്സ് ആർ ആക്ച്വലി ലുക്കിംഗ് ഫോർ അവർ ചാനൽ ഓൾസോ. അതെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് ത്രൂ മാത്രമാണ് ഈ പാവം എബിൻ ജോസിന് ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഭാവിയിലും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ എന്താ പറയുന്നത് സ്നേഹവും അതുപോലെയുള്ള കാര്യങ്ങളും തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എബിൻ ജോസ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ ബൈ, സീ യാ. And I keep you in my heart is where you are. I still think of you. I want you.